അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കാനും ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാകാനും വിഷമങ്ങളും പ്രയാസങ്ങളും പെട്ടെന്ന് നീങ്ങിക്കിട്ടാൻ ദുആ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്. ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോട് ദുന്യാവിലെ അതല്ലെങ്കിൽ ആഖിറത്തിലെ ഖൈറായ നല്ല കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ തന്നെ അള്ളാഹു എനിക്ക് ഉത്തരം നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതായി കാണാം. യൗമുൽ ജുമുഅത്തി 12 സഅ, വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്തുള്ള 12ഓളം സമയങ്ങളുണ്ട്. ലാ യുജദു ഫീഹാ അബ്ദു മുസ്ലിമിൻ യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അതാഹു ഇയ്യാ. ആ സമയങ്ങളിൽ ഒരു അടിമ അള്ളാഹുവിനോട് എന്ത് നല്ല കാര്യം ചോദിച്ചാലും ഉടനെ തന്നെ അള്ളാഹു അതിനിക്ക് ഉത്തരം നൽകും. അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. എന്നിട്ട് മഹാന്മാര് പറഞ്ഞതായി കാണാം, അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം അസറിന്റെ ശേഷമുള്ള സമയം, അസർ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം ദുആക്ക് ഇജാബത്തുള്ള ഏറ്റവും നല്ല ഒരു സമയമാണ്. അതുകൊണ്ട് ആ സമയത്ത് ധാരാളം ദിക്റുകളും ദുആകളും നടത്തുക എന്ന് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം. മഹാനായ ഖദർ നബി അലൈഹിസ്സലാം ഒരു ദിക്ർ നമ്മെ പഠിപ്പിച്ചു തരുന്നു. ഇന്നമൻ ഖാല ബഅദ അശ്രി യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ അസ്ർ നിസ്കാരത്തിന്റെ ശേഷം മുസ്തഖ്ബിലൻ, ഖിബലയിലേക്ക് മുന്നിട്ട് ഖിബലയിലേക്ക് തിരിഞ്ഞിരുന്നു ഒരാൾ ചൊല്ലിയാൽ യാ അല്ലാഹു യാ റഹ്മാൻ, ചെറിയൊരു ദിക്റാണ്, ഏതൊരാൾക്കും ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റാണ് യാ അല്ലാഹു യാ റഹ്മാൻ. ഈ ദിക്ർ ശുദ്ധിയില്ലാത്ത പെണ്ണുങ്ങൾക്കും ചെല്ലാം. യാ അല്ലാഹു യാ റഹ്മാൻ ഇലാ അൻ തുഗീബ അശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ ചൊല്ലി. അസ്ർ മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഈ ദിക്ർ ചൊല്ലി. വസഅല അല്ലാഹു ശൈഅ, എന്നിട്ട് അല്ലാഹുവിനോട് അവന്റെ ആവശ്യങ്ങൾ പറയുന്നു, അവന്റെ വിഷമങ്ങൾ പറയുന്നു, അവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ദുഃഖങ്ങളും കടങ്ങളും രോഗങ്ങളും എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവിനോട് അവന് പറയുന്നു. പിന്നെ ദുന്യാവിന്റെ കാര്യമാകട്ടെ, അല്ലെങ്കിൽ ദീനിന്റെ കാര്യമാകട്ടെ, എന്തുമാകട്ടെ നല്ല കാര്യം അള്ളാഹുവിനോട് അവൻ ചോദിക്കുന്നു, പറയുന്നു. തീർച്ചയായും അള്ളാഹു എനിക്ക് നൽകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ദുആ ചെയ്യാൻ ഏറ്റവും നല്ല സമയം, ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ചയാണ്. ദിക്റുകൾ ചൊല്ലാനും സ്വലാത്തുകൾ ചൊല്ലാനും ഏറ്റവും നല്ല ദിവസമാണ്, പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. അപ്പൊ വെള്ളിയാഴ്ച ദിവസം അസ്ർ നിസ്കാരത്തിന്റെ ശേഷം അസ്ർ മഗ്‌രിബിന്റെ ഇടയിൽ യാ അല്ലാഹു യാ റഹ്മാൻ എത്ര ചൊല്ലണമെന്ന് ഇവിടെ പറഞ്ഞതായി കാണുന്നില്ല. എത്രയാണോ ചൊല്ലാൻ കഴിയുന്നത്, സാധിക്കുന്നത് അത്ര ചൊല്ലി റബ്ബിനോട് ആവശ്യങ്ങൾ ചോദിക്കുക, ആവശ്യങ്ങൾ പറയുക, മുറാദുകൾ പറയുക. എന്തെല്ലാം ദുന്യാവിൽ ആഗ്രഹങ്ങളുണ്ട്, ആവശ്യങ്ങളുണ്ട്, മുറാദുകളുണ്ട്, അതൊക്കെ പറയുക. എന്തൊക്കെ വിഷമങ്ങളുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട്, എന്തെല്ലാം രോഗങ്ങളുണ്ട്, എത്ര കടമുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്, എന്തെല്ലാം ദുഃഖങ്ങളുണ്ട്, എന്തെല്ലാം സങ്കടങ്ങളുണ്ട്, അതൊക്കെ റബ്ബിനോട് കരഞ്ഞു കൊണ്ട് പറയുക. പെട്ടെന്ന് അല്ലാഹു ഇജാബത്ത് നൽകും. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് കാക്കട്ടെ, ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാക്കട്ടെ, മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ, എല്ലാവിധ ടെൻഷനുകളിൽ നിന്ന് അല്ലാഹു നമ്മയും കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് ഇസ്സത്തും സന്തോഷവും സമാധാനം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.